ഹലോ. നമസ്കാരം, കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. ഇന്നലെ കുറച്ച് കൊച്ചി അടുത്ത് കിടന്നോണ്ട് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പറ്റാതെ പോയി. ശരി. ഇപ്പൊ വേറെന്താ വിശേഷം? ഹലോ ഹലോ. എം എൽ എ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ഞാൻ ഇന്നലെ കോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. ഈ കൊച്ചി അടുത്ത് കിടന്നുകൊണ്ട് ഫോൺ അത് സൈലന്റ്. നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ യാത്രയിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് വിളിച്ചത്. പിന്നെ നിങ്ങൾ കിടന്നു വിചാരിച്ചു. രാവിലെ വിളിച്ചപ്പോ രാവിലെ കിട്ടിയില്ലല്ലോ, രാവിലെ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എന്താ വേറെ വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇപ്പൊ എം എൽ എ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ശശിധരന്റെ അതെ, നിലമ്പൂരിന്ന് ഒരു കക്ഷി അയച്ചു തന്നാ. എനിക്ക് അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു തന്നു. വേറെ എന്താണ് എസ് പി വിശേഷം? എന്നോടൊന്ന് നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അതിനെ പോസിറ്റീവായത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ, എം എൽ എ അത് ചെയ്ത് ഞാൻ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് ഉണ്ട്, ഞാൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് ഉറപ്പുള്ള കാര്യല്ലേ? നമ്മളിപ്പോ എന്തായാലും എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും വയസ്സ് 25-ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കും. എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. എം എൽ എക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം. ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. അല്ലാതെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ. നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എസ് നാളെ മലപ്പുറത്തേക്ക് ട്രിവാൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു. ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തേക്ക് തീരുമാനം. അതെ, വളരെ വഷളാണ് അവസ്ഥയ്ക്കല്ലേ പോകുന്നത്. വഷളായിക്കൊണ്ട് പോയി. ഇനിയിപ്പം കുറെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? അതെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പിന്നെ ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല, കാരണം ആ മേഖല നമ്മള് സിനിമ മേഖലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അതുകൊണ്ടത് വേറൊരു വാർത്തയില്ലല്ലോ, അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല. എപ്പൊ തുറന്നാലും ഇതാണുള്ളത്. പിന്നെ വേറെന്തൊക്കെയാണ് സ്ക്രീൻ? എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ MR അജിത് കുമാറിന്റെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത്. MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ. അത് ഞാനൊരു ഉദാഹരണം പറയാം. അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ്. കാരണം ഒരു സാധാരണക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ, ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു, സർവീസിൽ വരുന്നു, എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലൂടെ വലിയ ഒരു പോപ്പുലർ ആകുന്നു. അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില്. അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അതിൽ നമ്മൾ പേടിയായിരുന്നു. അപ്പൊ അത്രയും സർവശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ MR അജിത് കുമാർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ്. അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല SP, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് അല്ല, ഞാനൊന്ന് പറയട്ടെ, SPക്ക് ഇപ്പൊ അത് അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻ സ്കറിയയുടെ കാര്യത്തിൽ, മറുനാടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം അയാൾ നടത്തിയത്? പക്ഷെ ML ഈ കാര്യം ശശി സാറിനൊക്കെ അറിയൂ? എനിക്ക് സംശയമുണ്ട്. ശശി സാറിന് ഇപ്പൊ അത് അറിയെങ്കിൽ MR അവിടെ ഇരിക്കൂലല്ലോ, മനസ്സിലായില്ലേ? ഒരിക്കലും ഇരിക്കില്ലല്ലോ. അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട്, ആദ്യത്തെ ഘട്ടത്തിൽ ഇവന് ജാമ്യം കിട്ടാതെ ഒളിവ് പോയ സമയത്ത്
MR എന്നോടും കൂടെ പറഞ്ഞതാണ്, MLA ഒന്ന് അന്വേഷിക്കണം, എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം. അത് നിങ്ങളെ പറ്റിച്ചായിരിക്കും. അതെനിക്കറിയില്ല. അപ്പോൾ അത് എനിക്ക് വന്നൊരു ഡൗട്ട് ഞാൻ SP-നോട് പങ്കുവെക്കാം. അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഒരു വലിയ സംവിധാനം നമ്മളതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട്, കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത്, ഇവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ്, അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അവിടുന്ന് പോലീസ് എത്തിയപ്പോഴേക്ക് അവനും അവിടുന്ന് മുങ്ങി, ഈ സ്പോട്ടിലെത്തിയപ്പോഴേക്കും. അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ എൻഗേജ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന സമയത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈവനിങ് 7:30 8:30 ആ വക്കീലിൻ്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു. ആര്? സാജൻ സ്കറിയ. അതൊക്കെ കൃത്യമായ വിവരമാണ്. അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി. ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ സീനിയർ ഓഫീസറോട് അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പോലീസ് അവിടെ പോയി ആ പരിസരത്ത്. പക്ഷേ സാജൻ സ്കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല. അതോടുകൂടിയാണ് എനിക്ക് ഡൗട്ടാവുന്നത്. മനസ്സിലായോ? പിന്നെ അത് നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ MR അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത്. ഡബിൾ കളിച്ചത് മാത്രമല്ല, അതിനുള്ള റിവാർഡും വാങ്ങിച്ചു. അതൊരു കണ്ടീഷനിലാണ്. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടെററിസ്റ്റ് ആക്ടാണ് വരുന്നത്. അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവർ തമ്മിൽ ടൈപ്പ് ആവുന്നത്. നേർക്കുനേരല്ല, അതിൻ്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ആരൊക്കെയുണ്ട്. അപ്പം ഇയാളെങ്ങനെ സർക്കാരിൻ്റെ ആളാവുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഹോം ഡിപ്പാർട്ട്മെന്റിനോ അങ്ങനെ വിചാരമില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം? എനിക്കത് തോന്നുന്നില്ല. അവരത് മനസ്സിലാക്കണ്ടേ. ഇത്രയും ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലേ അവനെപ്പോഴും. അവനെ MR സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? MR സഹായിക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്ന കേട്ടോ, MLA ഭരണ സംവിധാനത്തിൽ നിന്നൊക്കെ പലതരം വിലയിരുത്തലുണ്ടാകും. ഞങ്ങളൊരു ഹോം ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന IPS ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് MR അജിത്കുമാറാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലംകൈയാണ്. ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാം. അല്ല, അങ്ങനെ ഒരു വലംകൈയായി നിന്ന് ഈ ഗവൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോകേണ്ടത്. അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കില്ലേ? ശരിയാണ് MLA, പക്ഷെ ഇത് അവിടെ ഇരിക്കുന്നവർ കൂടെ തോന്നണ്ടേ? അല്ല, അവിടെയാണ് അതിന്റെ വിഷയം. അത് ഞാൻ ചോദിക്കുന്നത്, എന്ത് മാജിക്കാണ് ഈ MR അജിത് കുമാറിന്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. മാജിക് എന്ന് എനിക്ക് തോന്നുന്നത് ശശി സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശശി സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും പുള്ളി അതിന്റെ അപ്പുറത്തേക്ക് ഒരു അണുകൂടെ വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട്. അതാവാം, അത് തന്നെയാവാം അവരുടെ ഇക്വേഷൻ. എന്തായാലും അയാൾ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ SP-ക്കും അറിയുന്നുണ്ടാവുമല്ലോ. MLA ഇപ്പൊ അതിനകത്തുനിന്ന് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി. പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി, എങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ്, ഭാര്യയുടെ ആങ്ങളമാർക്ക്, അത് മാത്രം MLA. അവർ തന്നെയാണ് ഈ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. SP-ക്ക് അറിയാലോ, വെറുതെ എന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, ഞാൻ തുറന്നു പറയില്ല, ഞാനതിനെ മറച്ചു വെക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താൽ MLAക്ക് അറിയാലോ എന്താണ് സംഭവം. അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ, എല്ലാ ബിസിനസ്സുകാരും അയാളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളതാണ്. അതിനല്ലേ അവനെ അവിടെ SP ആയിട്ട് തിരുത്തി പോർത്തിരിക്കുന്നത്. ഈ പൊട്ടൻ ഇങ്ങനെ കല്ലും മണ്ണും പിടിച്ച് നടക്കും, അയാളുടെ ബിസിനസ്സുകാർക്ക് വേണ്ടവെള്ളം ചെയ്തു കൊടുക്കും. മലപ്പുറത്ത് എല്ലാ ഈ പറയുന്ന ലീഗുകാരായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ. പിന്നെ തീർച്ചയായും. അപ്പൊ അതാണല്ലേ. പിന്നെ എങ്ങനെയാ അയാൾ സർക്കാരിന്റെ ആളാവുന്നത്? അയാൾ സർക്കാർ വിരുദ്ധനല്ലേ SP? MLA സർക്കാരിന് ഇന്നതല്ലേ, ഹോം ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഈ പോലീസിൽ സത്യത്തിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ ഇടപെടാറില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാനത്തെ 2 വർഷം തൊട്ടിട്ട്
ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞു. എൻ്റെ അടുത്തത് പറയണ്ടെന്ന് പറയില്ല. ഞാൻ ആ ഭാഗമേ ഞാൻ ഇടപെടാറില്ല. മനസ്സിലായില്ലേ? ഇപ്പം എസ് പിക്ക് തന്നെ അറിയില്ല. എസ് പി 3 വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ച് മാത്രമേ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയവുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എസ് പിനെ ആലോചിച്ച് നോക്കും. അപ്പോൾ ഞാൻ പോലീസിൽ തീരെ ഇടപെടാറില്ല. നമ്മൾ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിൽ തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലായി. വെറുതെ നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ. നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ആ ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മളെ ഭാഗം വിട്ടതാണ്. ഞാൻ ശശീന്ദ്രന്റെ കാര്യത്തില് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് MLA ഇയാളെ മാറ്റാനായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത്? എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ എന്താ പറയാ, ഓരോരുത്തരുടെ ഓരോ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില ഡിസിഷൻ ഉണ്ടാവും. രണ്ട് പോയിന്റും കൂടെ ആഡ് ചെയ്തോട്ടെ. കാരണം ഈ മുമ്പ് ഇവിടെ കളക്ടറായിരുന്ന വസീം ജാഫർ മാലിക് ഇതുപോലെ എന്തോ MLA ആയിട്ട് എന്തൊരു കശപക്ഷി ഉണ്ടായി. MLA അടിയന്തരമായിട്ട് അവിടെ ഇവിടെ മാറ്റി. അല്ല, അത് മാറ്റിയത് ഇതേപോലെ തന്നെയായിരുന്നു. അത് നമ്മുടെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അതായത് പക്ഷെ ആ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് MLA അവിടുന്ന് മാറ്റി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല, അത് ഞാൻ CM-നെ കണ്ട് പറഞ്ഞു ഇന്നതാണ് വിഷയം. CM ആ വിഷയം പഠിച്ചു. ഇതിലെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അല്ല, അതിപ്പോ എന്താ പറയാ, ഇതിലിപ്പോ ഒരുപാട് വലിയ വലിയ ആളുകളില്ലേ, അവരൊക്കെ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോ ഒരു പാവപ്പെട്ട MLA ഈ ആവശ്യത്തിലും ഇടപെടാൻ നിൽക്കണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ജാഫർ മാലിക് ഒരു ഡയറക്റ്റ് IAS ഓഫീസറാണ്. അയാൾ വലിയ പേരും പ്രശസ്തിയുള്ള ആളായിരുന്നു. പക്ഷെ MLA-യോട് അയാള് നേരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോ MLA-കളെ മാറ്റി. ഇതൊരു ഉണക്ക പ്രൊമോട്ട് ചെയ്യില്ലേ, ഒരു എസ്ഐയായിട്ട് കയറി വന്നവനല്ലേ. അല്ല, അതുപോലെ തന്നെ ഇതില് പാർട്ടി ഇടപെടട്ടെ എന്ന്. നമ്മളെ വിഷയമല്ലല്ലോ. നമ്മളിപ്പോ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ്. ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ മോശമായ ഇപ്പോൾ ഈ പോലീസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ. പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന്? ഒരു മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ 24 വണ്ടിയും കണ്ട് പിടിച്ചതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എത്രമാത്രം ധിക്കാരി കഴിഞ്ഞാലും അല്ല, എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾ ധിക്കാരി. ഞങ്ങളെന്ന് പറഞ്ഞാൽ വെറും ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളെ ഭരണ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ്, അത് നിങ്ങളാണ്. അപ്പൊ ഞങ്ങള് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അല്ല, ഞാനത് പറയില്ല. അത് പാർട്ടി പഠിക്കട്ടെ, പാർട്ടി പഠിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. എൻ്റെ ലൈൻ ഓഫ് എന്താ പറയാ ഈ കാര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നയം അതാണ്. നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അല്ല, ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ നിങ്ങൾ ഈ പറയുന്ന MR അജിത് കുമാറാണ്. മനസ്സിലായില്ലേ? ഹലോ SP, അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, 4 വർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു. അപ്പം അയാൾ മുമ്പ് പാലക്കാട് SP ആയിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട്. അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട്. അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ട് ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണാണ് ഇരിക്കണേ. ഇപ്പം ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രമോട്ടിയാണ്. തൃശ്ശൂർ പിന്നെ അവിടെ ഇരിക്കുന്ന SP മാർക്കൊന്നും ഒരു റോളും ഇല്ല. അയാളുടെ കയ്യിലാണ് കാര്യങ്ങള്. അപ്പൊ ഈ റേഞ്ച് അടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് 2 പാവകളെ പോലെ അപ്പുറത്തും ഇപ്പുറത്ത് 2 പൊട്ടന്മാരെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുള്ള കല്ലും മണ്ണും ഒക്കെ പിടിച്ചിങ്ങനെ നടക്കും. പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധി ഒന്നും ആർക്കും വേണ്ടല്ലോ. അത് പാർട്ടി മനസ്സിലാക്കട്ടെ. ഈ പാർട്ടി എന്ന് പറഞ്ഞ ഇങ്ങനല്ലേ? നമ്മള് പാർട്ടിയില്ല, നമ്മള് സ്വതന്ത്ര MLA അല്ലേ SP. എന്നാലും പാർട്ടിയുടെ MLA അല്ലേ? അത് 10 വർഷം ഇരിക്കണ MLA അല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും നോട്ടെ. ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ. ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ MR അജിത് കുമാറാണ്. അങ്ങനെ തന്നെ ഇത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക? അവിടെയല്ല ഇതിൻ്റെ വിഷയം. അപ്പം അത് പാർട്ടി ആലോചിക്കട്ടെ. അവിടെ അത്രേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ.
നമ്മൾ പറയേണ്ട നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞു. ഇന്നത്തെ കാര്യം ശ്രദ്ധിച്ചോ, ഒരു ലേഡി വന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് ഈ BCP കൊച്ചി ആയിരിക്കുമ്പോ ഇവന്റെ അടുത്ത് മൊഴി പറഞ്ഞേ, എന്നിട്ട് കേസെടുത്തില്ല. എടുക്കില്ല. അത്ര സത്യസന്ധനല്ലേ, അത്ര സത്യസന്ധ. അപ്പം അത് പക്ഷെ ആരും ഒന്ന് ഇത്രയും വിവാദങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഏതാണ് SP ഒന്ന് പറഞ്ഞേ. കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ല, ഞാനത് കണ്ടില്ല. അതായത് കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്നത്, അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു. അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു, ശശിധരന്റെ അടുത്ത്. എന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല. ന്യായം ഇപ്പൊ അയാൾ പറയണത് അവര് മൊഴി തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ വന്നില്ല എന്നാ. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ ഈ പരാതി പറയുമ്പോൾ തന്നെ അതന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ? പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം മൊഴിയെടുക്കാൻ. അതിന്ന് വലിയ വിവാദമായിരുന്നു. ഞാനത് കണ്ടില്ല. ആ വീഡിയോ ഒന്ന് അയച്ചു തരുമോ എനിക്ക്? വീഡിയോ ഒരു മിനിറ്റ് കട്ടിയല്ലേ അയച്ചിട്ടുണ്ടോ? ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ വീട്ടിലാണോ ഉള്ളത്? ഞാനിപ്പോ ഇവിടെ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലാണല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, SP ഞാൻ വിളിക്കാം. ശരി, ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു.